ദൈവനാമം മൂത്തപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഏം, ചിന്തിക്കുകയായിരുന്നല്ലോ. പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് നാം കണ്ടു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളത് കണ്ടു. പരിശുദ്ധാത്മാവാൻ ദൈവം ഈ ലോകത്തിലേക്ക് വന്നതുകൊണ്ട് ഇനി പരിശുദ്ധാത്മാവാൻ ദൈവത്തെ കാത്തിരിക്കേണ്ട എന്നുള്ളതും നാം ചിന്തിച്ചു. നാലാമതായിട്ട് നാം കണ്ടു, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടു. അത് പാവത്തെക്കുറിച്ചും, ഒന്നാമതായിട്ട് അത് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുന്നു. രണ്ടാമതായിട്ട് നാം കണ്ടു, പരിശുദ്ധാത്മാവ് ആദ്യദാനമായി നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് വന്നു എന്ന് നാം കണ്ടു. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നു എന്നുള്ളതും നാം കണ്ടു. നാലാമതായിട്ട് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അഞ്ചാമതായിട്ട് നാം കണ്ടു, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ആറാമതായിട്ട് നാം കണ്ടു, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം ലഭിക്കുന്നു. ഏഴാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മിൽ എടുക്കുന്നു. ആത്മാവിൻ്റെ സ്നാനം നമുക്കുണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു എന്നുള്ളത് കണ്ടു. ഇന്ന് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് അഭിഷേകം എന്നുള്ള വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 സ്ഥാനങ്ങളിലാണ് ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് നമുക്ക് ഇന്നൊന്ന് വായിക്കാം. ഒന്നാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 10:38 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ കാണുന്നത്, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയതും കൊണ്ടും സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം നമുക്ക് കാണുന്നത് 2 കൊരിന്ത്യർ 1 വാക്യത്തിലാണ്. 2 കൊരിന്ത്യർ 1:21 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഇവിടെ കാണാനായിട്ട് സാധിക്കും, നമ്മെ അഭിഷേകം ചെയ്തത്. നാം അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മളെ അമ്മയെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ എന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഈ പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് 1 യോഹന്നാൻ 2:27 വാക്യത്തിൽ അത് വളരെ സ്പഷ്ടമായിട്ട് അവിടെ കാണാനായിട്ട്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഇവിടെ പറയാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. ഇവിടെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഇവിടെ പറയുന്ന അഭിഷേകം പ്രാപിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന് ദൈവവചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് അധികം പ്രാവശ്യവും പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് ഈ ഭാഗങ്ങൾ, നമ്മൾ വായിച്ച ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് കാണുന്നത്. ഇവിടെ അഭിഷേകം തന്നെ സകലവും ഉപദേശിച്ചു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം കണ്ടു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതിനെ അഭിഷേകം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന വേറൊരു വാക്കാണ് അഭിഷേകം. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് ആദ്യദാനമായി പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മൾ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് സകലവും
നമ്മൾക്ക് ഉപദേശിച്ചു തരികയും ചെയ്യുന്നു. 10-ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് 10-ാമതായിട്ട് നാം പഠിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് സകലതും നമ്മൾക്ക് ഉപദേശിച്ചു തരുന്നു. അഭിഷേകം പ്രാപിച്ചെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ട്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന സമയം അഭിഷേകം പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ട സമയം നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അതാണ് അഭിഷേകം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നാം ചെയ്യേണ്ടതായിട്ട് 2 കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ദാനമായിട്ട് നമുക്ക് തന്നു, ദാനമായി നമ്മിൽ വസിക്കുന്നു, എന്നേക്കും വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരുന്നു. എന്നാൽ നാം ചെയ്യേണ്ട 2 കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട്. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. 2ാമതായിട്ട് ആത്മാവ് ദാനമായി തന്നിരിക്കുന്ന ഒന്നാണ് ആത്മീക വരങ്ങൾ. നമ്മളത് ആത്മീക വരങ്ങളെ കൊണ്ട് നമുക്ക് ആദ്യദാനമായിട്ട് നമുക്ക് ആത്മീക ദാനങ്ങളെ ദൈവം തന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യരിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നവൻ താൻ ഇച്ഛിക്കും പോലെ അവനവന് അതാത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഇവിടെ വരം പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവം ഈ വരം തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നാം അതുകൊണ്ട് വ്യാപാരം ചെയ്യണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് എന്തൊക്കെയാണ് നാം പരിശുദ്ധാത്മാവ് വരം നമ്മൾക്ക് ദൈവം ദാനമായിട്ട് തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അതിനു മുമ്പായിട്ട് എന്തൊക്കെ വരങ്ങളാണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആത്മീയ വരങ്ങളെക്കുറിച്ചുള്ള പറഞ്ഞിരിക്കുന്ന 4 അധ്യായങ്ങളാണ്. അത് നമുക്ക് ഓർത്തിരിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള അധ്യായങ്ങളാണ്. ഒന്ന് റോമർ 12-ാം അധ്യായത്തിൽ, പിന്നെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ, എഫെസ്യർ 4-ാം അധ്യായത്തിൽ, 1 പത്രോസ് 4-ാം അധ്യായത്തിൽ. ഈ 4 അധ്യായങ്ങളിൽ ആത്മീക വരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഈ ആത്മീയ വരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 2 തരത്തിലുള്ള ആത്മീയ വരങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് താത്കാലികമായിട്ടുള്ള വരങ്ങൾ. കാരണം താത്കാലികമായിട്ടുള്ള വരങ്ങൾ ദൈവം തന്നിരിക്കുന്ന ആദിമ കാലത്തിന് വേണ്ടി ദൈവവചനം മുഴുവനായിട്ട് എഴുതപ്പെടുന്നതിന് മുമ്പായിട്ട് ഉള്ള ചില ആത്മീയ വരങ്ങൾ അത്യാവശ്യമായിരുന്നു. അത് ദൈവജനത്തിന് കൊടുത്തു. അതുപോലെ സഭ സ്ഥാപിക്കപ്പെടുന്നതിന്, ഒരു പുതിയ കാര്യം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി ആദ്യ സമയത്ത് ചില വരങ്ങൾ കൊടുത്തിരുന്നു. ആ വരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താത്കാലിക വരങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ചില സ്ഥിരമായിട്ടുള്ള ഒന്ന് ടെമ്പററി ഗിഫ്റ്റ്സ് ദൈവം നമുക്ക് തന്നു, ദൈവം സഭയ്ക്ക് കൊടുത്തു. അതുപോലെ തന്നെ പെർമനന്റ് ഗിഫ്റ്റ്സ്, അത് ഒരു നൂറ്റാണ്ടുകളിലും മാറാതെ ദൈവമക്കൾക്ക് സഭായുഗത്തിന് എന്നേക്കുമായിട്ട് സഭായുഗത്തിന് വേണ്ടി എന്നേക്കും നിലനിൽക്കുന്ന ഗിഫ്റ്റായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഗിഫ്റ്റിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അങ്ങനെ അപ്പം നമുക്ക് ഒരു കാര്യം ഓർക്കാൻ, ടെമ്പററി ഗിഫ്റ്റ്സും പെർമനന്റ് ഗിഫ്റ്റ്സും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ ടെമ്പററി ഗിഫ്റ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇത് റോമാലേഖനത്തിലും 1 കൊരിന്ത്യരിലും എഫെസ്യർ 4-ലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പ്രവചനവരം, അത് ടെമ്പററി വരമാണ്. അതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും രോഗശാന്തിയുടെ വരം, അതുപോലെ വീര്യപ്രവൃത്തികൾ, പ്രവചനവരം, ഭാഷാവരം, ഇതെല്ലാം ആത്മാക്കളുടെ വ്യാഖ്യാനവരം, അതുപോലെ തന്നെ അപ്പോസ്തലത്വം, ഇതെല്ലാം ടെമ്പററി വരങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ചില പെർമനൻ്റ് ആയിട്ടുള്ള ടെമ്പററി വരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നും കൂടെ വായിക്കാൻ ഏതൊക്കെയാണെന്ന്. പ്രവചനവരം, അത് കഴിഞ്ഞിട്ട് രോഗശാന്തിയുടെ വരം, വീര്യപ്രവൃത്തികളുടെ വരം, പ്രവചനവരം, ഭാഷാവരം, ആത്മാക്കളുടെ വിവേചനത്തിൻ്റെ വരം, വ്യാഖ്യാനവരം, അപ്പോസ്തലത്വം. ഇത് ടെമ്പററി. അപ്പോസ്തലത്വം, പ്രവചനം, ഇത് ടെമ്പററി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള
പെർമനൻ്റ് ഇതായിട്ടുള്ള അനേക വരങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ശുശ്രൂഷ വരം, ഉപദേശവരം, അത് പല റിപ്പീറ്റഡ് ആയിട്ട് ഈ 3 അധ്യായങ്ങളിൽ ഉപദേശവരത്തെ അത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ പ്രബോധനം, ഭരണം, കരുണ, കൊടുക്കൽ കൊടുക്കൽ ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വരം, പരിജ്ഞാനത്തിൻ്റെ വരം, വിശ്വാസം, അതുപോലെ തന്നെ സഹായവരം, പരിപാലനവരം, സുവിശേഷകൻ എന്നുള്ള വരം, അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ കാണാനായിട്ട് അതിഥി സൽക്കാരം, സഹായിക്കുന്ന വരം, നെടിയ ശുശ്രൂഷ, ഇതെല്ലാം സ്ഥിരമായിട്ടുള്ള ശാശ്വതമായ അല്ലെങ്കിൽ പെർമനൻ്റ് ഗിഫ്റ്റാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത്രയും ഗിഫ്റ്റ് നമുക്ക് ദൈവം തന്നേക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒന്നോ ഒന്നിലധികമോ, എല്ലാവർക്കും ഈ വരങ്ങൾ കാണത്തില്ല. എന്നാൽ നമ്മൾക്ക് ഒന്നിലധികമോ വരങ്ങൾ ഈ ലിസ്റ്റിലുള്ളതിൽ നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, ഇത്രയും ആത്മീക വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വരങ്ങളിൽ ഒന്നിലധികമോ വരങ്ങൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ വരങ്ങൾ ഏതാണെന്ന് നാം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന വരങ്ങൾ ടെമ്പററി ഗിഫ്റ്റ് അത് നമുക്ക് ആർക്കുമില്ല. അത് ഉണ്ടെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇല്ല. ദൈവത്തിൻ്റെ അത് നിന്നുപോയ വരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ആ ലിസ്റ്റിൽ ഏതൊക്കെയാണ് എനിക്കുള്ള വരം എന്ന് മനസ്സിലാക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അത് പരിശുദ്ധാത്മാവാൻ ദൈവം നാം രക്ഷിക്കപ്പെട്ട സമയം നമ്മൾക്ക് ദാനമായിട്ട് നമ്മൾ തന്നിരിക്കുന്നതാണ്. അത് എന്തിനു വേണ്ടി തന്നിരിക്കുന്നു? അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല തന്നിരിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വരങ്ങൾ തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം ദാനമായിട്ട് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആ നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവ് സ്പിരിച്വൽ ഗിഫ്റ്റ്, ആത്മീയ വരങ്ങൾ തന്നിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നാം വ്യാപാരം ചെയ്യുന്നവരാണോ എന്നുള്ള ചിന്തിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വ്യാപാരം ചെയ്ത് നമ്മൾക്ക് അതിൻ്റെ ഫലം കർത്താവിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ അത് അവൻ്റെ കാൽപാദത്തിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് തന്ന വരങ്ങളെ ഉപയോഗിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.